بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد വിശുദ്ധ റമളാനിലെ 7ാമത്തെ രാത്രിക്ക് നമ്മളെല്ലാവരും സാക്ഷികളാവുകയാണ്. ഇനി 2 രാത്രി കൂടി കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ നമ്മെ വിട്ടുപിരിയും. ലോകത്ത് മനുഷ്യ മനസ്സിൽ വെളിച്ചവും സർവോപരി ചിന്തകളും മാറ്റങ്ങളും ഉണ്ടാക്കി തീർത്ത ഒരു മഹത്തായ ഗ്രന്ഥം, അതിൻ്റെ വശ്യതയാകട്ടെ എക്കാലവും എല്ലായ്പ്പോഴും മനുഷ്യരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കിതാബ്. അതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിൻ്റെ അനുഗ്രഹീതമായ മഹത്വം മനസ്സിലാക്കുന്നത് അവതരണ പശ്ചാത്തലത്തിൻ്റെ വമ്പിച്ച പ്രതിഫലം പ്രഖ്യാപിച്ചപ്പോഴാണ്. ആ സമയവും ദിവസവും മാസവും ഒക്കെ മറ്റെല്ലാത്തിനേക്കാളും ധന്യമാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. എന്നിട്ട് തുടർന്ന് ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. അങ്ങനെ മഹത്വവൽക്കരിച്ചത് ഖുർആനിൻ്റെ അവതരണത്തിലാണ്. ആ അവതരണത്തിന് സാക്ഷ്യം വഹിച്ച സമയവും അതിൻ്റെ ദിവസവും അത് ഉൾക്കൊള്ളുന്ന മാസവും. അപ്പോൾ ആ കിതാബ് യഥാർത്ഥത്തിൽ മനുഷ്യന് വീണ്ടും വിചാരം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സൂറത്ത് സ്വാദിലെ ഒരായത്ത് നമ്മൾ പഠിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. 4 കാര്യങ്ങളെ അത് ഉൾക്കൊള്ളുന്നുണ്ട് ആ പദം. ഈ കിതാബുൻ അൻസൽനാഹു ഇലൈക, ഈ കിതാബിനെ നിനക്ക് നാം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു. മുബാറക്കുൻ, ഐശ്വര്യം, അഭിവൃദ്ധി, വിജയം, നേട്ടം, പുരോഗതി. അങ്ങനെ മനുഷ്യരെ സംബന്ധിച്ച് ഭൗതിക ജീവിതത്തിലും ആത്മീയതയിലും എന്തെല്ലാമാണോ കരസ്ഥമാക്കാനുള്ളത് അതിൻ്റെ എല്ലാം ഒരു കാരണം എന്ന നിലയിലാണ് ഖുർആനിൻ്റെ അവതരണം. ലിയദ്ദബ്ബറു ആയാതിഹി, ഖുർആനിലെ ഓരോ വാക്കുകളും, ഈ വാക്കുകൾക്കൊരു പ്രത്യേകത, ഖുർആൻ ഈ മഹാപ്രപഞ്ചത്തിൽ നാം കാണുന്നത് പോലെ ഒരു സൃഷ്ടിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമിൽ ഓരോന്നും ആലോചിക്കുമ്പോൾ, ഗൗരവമായി ചിന്തിക്കുമ്പോൾ, തദ്ബീർ എന്ന പദമാണ് ഉപയോഗിച്ചത്. ഖുർആനിലൊരു സ്ഥലത്ത് ചോദിച്ചത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എന്താണ് ഖുർആനിനെ അപഗാഢമായി, ഗൗരവമായി അവർ ചിന്തിക്കാത്തത്? നമ്മൾ ഓതുന്നതിനേക്കാൾ ഉപരി ഖുർആൻ സ്വയം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിനെ ഗൗരവമായി അള്ളാഹുവിൻ്റെ ഓരോ വാക്കും ചിന്തിക്കാനാണ്. അല്ല അവരുടെ ഹൃദയങ്ങൾ അടച്ചു പൂട്ടി താഴിട്ട് ഭദ്രമാക്കിയിരിക്കുകയാണോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ അവരുടെ മനസ്സുകൾ എന്ന് അള്ളാഹു പരിതപിച്ച് അറിയിക്കുന്ന ഒരു വചനമുണ്ട്. അപ്പൊ ഖുർആൻ ആവശ്യപ്പെടുന്നത് തിലാവത്ത് ഒരു കൽപ്പനയാണ്, ഖുർആനിൻ്റെ ഒരു കൽപ്പനയാണ്. ഉത്തുലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്. അള്ളാഹു നബിയോട് തന്നെ പറഞ്ഞത് നിനക്ക് ലഭിച്ച വഹ്യ്,
അത് നിന്റെ റബ്ബിൽ നിന്നുള്ളതാണ്. അത് നീ വായിക്കുക, പാരായണം ചെയ്യുക. അപ്പൊ തിലാവത്തുൽ ഖുർആൻ എന്ന ഖുർആനിന്റെ പാരായണം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഒപ്പം ആ ഖുർആനിലെ ഓരോ കലാമുകളും ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ മാസമൊക്കെ നമ്മൾ ഖുർആനിനോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു മാസമാണല്ലോ. ഓരോ നബിമാർക്കും മുഅ്ജിസത്ത് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെയൊക്കെ അഖീദയുടെ കിതാബുകളിൽ ഷറഉൽ അഖായിദ് പോലെ ഉള്ള ഗ്രന്ഥങ്ങളിൽ ഒരു സമഗ്രമായി മുഅ്ജിസത്തിന് നൽകപ്പെടുന്ന അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചക നിയോഗം നടക്കുമ്പോൾ ആ ജനതയ്ക്ക് അതൊന്നും അറിയില്ലല്ലോ. അപ്പൊ ആഗതനായ വ്യക്തി നബിയല്ല എന്ന് കലവറ കൂടാതെ നിഷേധിക്കുകയാണ്. അങ്ങനെ നിഷേധിക്കുന്ന ജനതയുടെ മുൻപിൽ താൻ അള്ളാഹു നിയോഗിച്ച നബിയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന, പ്രവാചകരിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് മുഅ്ജിസത്ത്. ഇതാണ് ഏതാണ്ട് മുഅ്ജിസത്തിനെ കുറിച്ച് നൽകിയ നിർവചനം പൂർവികരായ ഇമാമുകളൊക്കെ. അപ്പൊ അങ്ങനെ ഉള്ള മുഅ്ജിസത്തുകളെല്ലാം നബിമാരുടെ ജീവിതകാലത്ത് ആവശ്യമാണ്. ഖുർആനെ നമ്മളൊന്ന് ഗൗരവമായി ചിന്തിക്കുമ്പോൾ മറ്റെല്ലാ നബിമാരുടെ മുഅ്ജിസത്തും നിഷ്പ്രഭമായി പോയി അവരുടെ വഫാത്തോടെ. അതിപ്പോൾ അവശേഷിക്കുന്നില്ലല്ലോ. ഉദാഹരണം പറഞ്ഞാൽ മൂസ അലൈഹിസ്സലാം, അദ്ദേഹം ഇട്ടാൽ മാത്രമേ ആ വടി പാമ്പാകാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാലശേഷം എന്തോരം ഇട്ടാലും അതിനൊരു രൂപമാറ്റം വരില്ല. തോന്നിപ്പിക്കലല്ല എന്ന് ഖുർആൻ പറയുകയുണ്ടായി. മനുഷ്യർ കാണിക്കുന്നത് തോന്നിപ്പിക്കലാണെന്നും ഒരു നബിയിൽ നിന്ന് വെളിവായത് ഹഖീഖത്ത് സത്യമാണെന്നും ഖുർആൻ വെളിപ്പെടുത്തി. ഞാൻ ആ വിഷയം വിവരിക്കുകയല്ല. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിൻ്റെ മുൻപിൽ അന്ധര്, അതുപോലെ കുഷ്ഠരോഗികൾ, വെള്ളപ്പാണ്ടുള്ളവർ, അവരെയൊക്കെ അദ്ദേഹം കൈകൊണ്ട് തലോടുമ്പോൾ തന്നെ ആ രോഗം സുഖമാകുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ മുഅ്ജിസത്ത് ഇന്ന് ലോകത്തില്ല. അദ്ദേഹത്തെ നിഷേധിച്ച ജനതയുടെ മുൻപിൽ താൻ നബിയാണെന്ന് സ്ഥാപിക്കാൻ അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താണത്. സ്വാലിഹ് അലൈഹിസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് ഒട്ടകമായിരുന്നു. അങ്ങനെ ഫഅഖറൂഹ എന്ന ഖുർആൻ ഉപയോഗിച്ചല്ലോ സൂറത്തു ഷംസിൽ. അപ്പം അവരതിനെ കൊന്നുകളഞ്ഞപ്പോഴാണ് അവർക്ക് വാഗ്ദത്തം ചെയ്ത മഹാശിക്ഷ അവതരിച്ചത് എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പൊ ആ മുഅ്ജിസത്തും ഇല്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ഒരു നബി വരുന്നത് തടയുന്ന ഒരു അന്ത്യപ്രവാചകനാണ്. കാരണം അന്ത്യപ്രവാചകനാകുമ്പോൾ പ്രവാചകത്വത്തിൻ്റെ ആവശ്യം ഒരു കാലഘട്ടത്തിലും ഇനി പുതിയ ഒരു പ്രവാചകന്റെ ആവശ്യം ഒരു ജനതയ്ക്കുമില്ല. സമ്പൂർണമാക്കുകയാണ്. ഞാൻ അതിലേക്ക് വിശദീകരിക്കുകയല്ല. അപ്പൊ ആ നബിയുടെ മുഅ്ജിസത്ത് നബിയുടെ വഫാത്തോടെ അസ്തമിക്കരുത്. അതാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അള്ളാഹുവിൻ്റെ കലാം നബിക്ക് നൽകിയ വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്. ആ ഖുർആനിൻ്റെ അജയ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശക്തി, അതിൻ്റെ സ്വാധീനം, അതിൻ്റെ അർത്ഥവ്യാപ്തി, അതിൻ്റെ ആശയലോകം അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മളൊരു ചെറിയ സൂറത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സൂറത്ത് ലഹബ്, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. നിങ്ങളതിൻ്റെ ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയാലേ അത് ഒരു നബിക്ക് പറയാൻ കഴിയുന്ന വാക്കല്ല. അത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. കാരണം ഏറ്റവും വലിയ പ്രതാപം നിലനിർത്തി ജനങ്ങളുടെ ഇടയിൽ വലിപ്പം കാണിച്ച് സ്വാധീനം ചെലുത്തിയിരുന്ന നബിയുടെ ഏറ്റവും വലിയൊരു ശത്രുവാണ് അബൂലഹബ്. അപ്പൊ ആ അബൂലഹബിന്റെ പ്രതാപത്തോടെ നാശമടയുന്നു എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ
ഗൈബ് അറിയുന്ന, അദൃശ്യം അറിയുന്ന അള്ളാഹുവിനെ കഴിയൂ, നബിക്ക് കഴിയില്ല. കാരണം അന്നത്തെ ഖുറൈശി പ്രമുഖരിൽ ഓരോരുത്തരും നബിയെ അംഗീകരിച്ച് ഇസ്ലാമിലേക്ക് വരികയാണ്. അബൂ സുഫിയാനും അതുപോലെ തന്നെ ഒരുപാട് ആള് പിന്നീട് വന്ന എല്ലാവരും, ഖുറൈശികളിൽ നിന്ന് ഒട്ടനവധി ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അപ്പൊ അത് നബിക്ക് അറിയില്ലല്ലോ അബൂലഹബ് വരുവോ വരില്ലെന്ന്. പക്ഷെ അത് അറിയുന്നത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ കലാമിൽ അവൻ്റെ അദൃശ്യജ്ഞാനത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് അബൂലഹബിൻ്റെ നാശം പ്രഖ്യാപിച്ചത്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ ഖുർആൻ നബിയുടെ കാലശേഷവും എക്കാലവും മനുഷ്യ മനസ്സിൻ്റെ മുൻപിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന അജയ്യമായ വിപ്ലവകരമായ വാചകങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റേത്. ഇപ്പൊ ഖുർആനിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരികയല്ല. ഖുർആനിൻ്റെ ഒരു എന്താ അതിൻ്റെ ഒരു പ്രസ്താവന നമുക്ക് ആലോചനയിൽ കൊണ്ടുവരാൻ കഴിയും. അതാണ് ഖുർആൻ പിന്നീട് പറഞ്ഞ വാക്ക് വലിയത്തദക്കറ, അവർ വീണ്ടും വീണ്ടും ആലോചിക്കാൻ വേണ്ടിയാണ്. ആര്? ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ, അകക്കാമ്പുള്ളവർ, സ്വന്തമായി തലച്ചോറുള്ളവർ. അവരിങ്ങനെ ആലോചിച്ചാൽ വിസ്മയ ലോകത്തേക്ക് അവരെത്തും എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ വലിപ്പം അത്രയും വലുതാണ്. നിങ്ങൾ ആ അർത്ഥത്തിൽ ഒരുപാട് ഇങ്ങനെ ഊതിപ്പോകലല്ല, ഒരു വാക്കാണെങ്കിൽ പോലും ആ വാക്ക് നിങ്ങൾക്ക് ആലോചനാ വിധേയമാക്കിയാൽ കടന്നു പോകുന്ന വഴികളിലെ മുഴുവൻ ചരിത്രവും, ഭൂഖണ്ഡങ്ങൾ, ജനങ്ങൾ, ജനപദങ്ങൾ, സമുദായങ്ങൾ, അങ്ങനെ തുടങ്ങി എത്രയോ ചരിത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അത് മണിക്കൂറുകൾ ഉണ്ടെങ്കിലേ ഈ വിഷയം പറഞ്ഞു തീരൂ. അതുകൊണ്ട് ഖുർആനിൻ്റെ ഈ മാസത്തെ അതിൻ്റെ അർത്ഥത്തിലും ആശയത്തിലും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാളിൽ ഖുർആനും അതേ നിലയിൽ തന്നെ റമളാനും, നോമ്പ് വിശ്വാസികൾക്ക് ഷഫാഅത്തായി വരുന്ന ഒരു ദിവസമാണ്. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. നജ്ജിനാ മിമ്മാ നഖാഫു വനഹ്ദർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.